ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന ദൈവത്തിൻ്റെ ആലോചന യെശയ്യാപ്രവചനം 60-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം എഴുന്നേൽക്കുവാൻ തടസ്സമായിരിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി എഴുന്നേറ്റ് പ്രകാശിക്കുന്ന വ്യക്തികളായി, കുടുംബങ്ങളായി മാറ്റുന്ന ദൈവത്തെയാണ് വിശുദ്ധ ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം എഴുന്നേറ്റ് പ്രകാശിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒന്നാമത്തെ കാര്യം പാപമാണ് എന്ന് നാം കണ്ടു. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു. ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവിന് ഒരു ഭയം നേരിട്ടപ്പോൾ, ശക്തമായ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തനായ ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവ് ഭയപ്പെട്ട് ഒരു ചൂരച്ചെടിയുടെ കീഴിൽ ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി പതുങ്ങി പാത്തിരുന്നു, അല്ലെങ്കിൽ ഒളിച്ചിരുന്നു. അദ്ദേഹത്തിന് എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടുന്ന വ്യക്തിയാണെങ്കിലും തനിക്ക് എഴുന്നേൽപ്പാൻ കഴിയാതെ, ദൂരയാത്ര ചെയ്യുവാൻ കഴിയാതെ, ആ ദൈവദാസൻ ഒരു ഭയത്തിൻ്റെ ശക്തി, ഒരു ഭയം നിമിത്തം അദ്ദേഹം ജീവിതത്തിൽ ഒളിച്ചിരിക്കുന്ന, പ്രകാശിക്കാൻ കഴിയാതെ നിരാശയോടെ ഭയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നമ്മുടെ എഴുന്നേൽപ്പുകൾക്ക്, നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കുന്നതിന് തടസ്സമായിരിക്കുന്ന മറ്റൊരു കാര്യം ഭയമാണ്. മരണഭയം, ശത്രുവിനെക്കുറിച്ചുള്ള ഭയം, രാത്രിയിലെ ഭയം, അനർത്ഥങ്ങൾ വരുമോ എന്നുള്ള ഭയം, വിവിധ ഭയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ, വിവിധ വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ ഭയമായി മാറുമ്പോൾ നമ്മൾക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല. എന്നാൽ തൻ്റെ ദാസൻ ഭയത്തോടുകൂടെ ദൂരയാത്ര ചെയ്യുവാൻ വിളിയുള്ള തൻ്റെ അഭിഷിക്തൻ, തൻ്റെ ദാസൻ ഭയപ്പെട്ട് ഇസബേലിൻ്റെ വെല്ലുവിളികളുടെ മുമ്പിൽ ഭയത്തോടുകൂടെ ഒരു ചൂരച്ചെടിയുടെ കീഴിൽ ഇരുന്നപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അവിടെ അയച്ചു. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട്, എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്ന് നോക്കിയപ്പോൾ കനലിൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു. അവൻ അത് തിന്ന് കുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യവും അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ. ഏലിയാവ് ഭയത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ദൂരയാത്ര ചെയ്യുവാൻ ഉള്ള വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ജീവിതത്തിൽ ദൂരയാത്ര ചെയ്യുവാനുള്ളവരാണ്. ദൈവം നിങ്ങൾക്കൊരു ശുഭയാത്ര, ഒരു ദൂരയാത്ര വെച്ചിട്ടുണ്ട്. എന്നാൽ ചില ഭയങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ദൂരയാത്രയ്ക്ക് തടസ്സമായി, എഴുന്നേൽക്കാൻ കഴിയുന്നതിന് തടസ്സമായിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സകല ഭയങ്ങളിൽ നിന്ന് വിടുവിച്ച് നിങ്ങൾക്ക് ദൂരയാത്ര ചെയ്യുവാനുള്ള ആ ബലം നൽകി നിങ്ങളെ എഴുന്നേറ്റ് പ്രകാശിപ്പിക്കുന്ന ദൈവമായി നിങ്ങളുടെ കൂടെയുണ്ട്. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളെ ഭയപ്പെടുത്തുന്ന സകല വെല്ലുവിളികളിൽ നിന്നും നിങ്ങൾ എഴുന്നേൽക്കും. കാരണം യേശു എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. ഭയങ്ങളിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ച് ദൂരയാത്ര നൽകി നമ്മെ മാനിക്കുന്ന യേശുവിൽ വിശ്വസിക്കുക, യേശുവിൽ ആശ്രയിക്കുക. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അവൻ എഴുന്നേൽപ്പിക്കും, ഭയങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.